Greetings in the name of our Lord and Savior Jesus Christ. നമ്മുടെ കർത്താവിൻ രക്ഷിതമായ യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. What a privilege to partake in the Lord's Supper together, isn't it? കർത്താവിന്റെ കർത്തൃമേശയിൽ ഒരുമിച്ച് നമ്മൾ പങ്കുചേരുന്നതിൽ എന്തൊരു നല്ലൊരു മനോഹരമായ A കാര്യമാണ്. reminder of the covenant. പുതിയ ഉടമ്പടിയെ കുറിച്ചുള്ള ഒരു റിമൈൻഡർ അയക്കുന്നു. Yeah, truly. So just thinking, the last few weeks we've been talking about the remnant. നമ്മൾ കഴിഞ്ഞ കുറച്ച് ആഴ്ചകളായിട്ട് ശേഷിപ്പിനെ കുറിച്ചാവുന്നു സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. That God is looking for a remnant who will be faithful till the end. ദൈവം അവസാന നാൾ വരെ വിശ്വസ്തരായിരിക്കുന്ന ഒരു ശേഷിപ്പിനെ നോക്കിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. This remnant is equipped. ഈ ഒരു ശേഷിപ്പ് എന്ന് പറയുന്നത് സജ്ജമായിട്ടുള്ളതാണ്. They can survive through the tests. അവർ പരീക്ഷകളെ അതിജീവിക്കുന്നവരായിരിക്കും. And the last few weeks we've been hearing that the remnant will pray, the remnant is faithful, and the remnant will walk in repentance. നമ്മൾ കഴിഞ്ഞ ആഴ്ച കേട്ടത് ഈ ശേഷിപ്പ് എന്നുള്ളത് പ്രാർത്ഥിക്കുന്നവരായിരിക്കും, അതുപോലെ വിശ്വസ്തരായിരിക്കും, അതുപോലെ They'll be walking in repentance. അവർ അനുതാപത്തിൽ നടക്കുന്നവരായിരിക്കും. Today I'm going to be sharing on another aspect of the remnant. ഇന്ന് ഞാൻ അതുപോലെ തന്നെ വേറൊരു തലത്തിൽ ഈ ശേഷിപ്പിനെ കുറിച്ചുള്ള വേറൊരു തലമായിരിക്കും ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നത്. The remnant will fear the Lord. ശേഷിപ്പ് ദൈവഭയമുള്ളവരായിരിക്കും. Let's just start with a word of prayer. നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് തുടങ്ങാം. Hallelujah, Lord, I just thank you for this time. കർത്താവേ, ഈ സമയത്തിനായിട്ട് ഞാൻ നന്ദി പറയുന്നു. You are here in our midst. നീ ഞങ്ങളുടെ മധ്യത്തിലേ ഉണ്ട്. Holy Spirit, hover over the word. പരിശുദ്ധാത്മാവേ, ഈ വചനത്തിന്റെ മേലെ നീ പരിവർത്തിച്ചാട്ടെ. A word given without power is useless. ഒരു വചനം അതിൽ ശക്തി ഇല്ലെങ്കിൽ അത് പ്രയോജനമുള്ളതല്ല. So right now I pray that your power may be released with the word. കർത്താവേ, ഞാൻ പ്രാർത്ഥിക്കുന്നു ഈ വചനത്തിന്റെ കൂടെ നിന്റെ ശക്തിയും ഇവിടെ റിലീസ് ചെയ്യപ്പെടട്ടെ. That the eyes of our understanding will be opened up to your truths. ഞങ്ങളുടെ ആ ഒരു അകക്കണ്ണ് കർത്താവേ ഈ വചനത്തിലോട്ട് തുറന്നാട്ടെ. And you will speak to each one of us. ഞങ്ങൾ ഓരോരുത്തരോടും നീ സംസാരിച്ചാട്ടെ. In Jesus' name I pray. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. Amen. Amen. So in the Old Testament, after giving the 10 commandments, the Lord gives some specific instructions to the Israelites. പഴയ നിയമത്തിൽ ഈ 10 കൽപ്പനകൾ കൊടുത്തു കഴിഞ്ഞിട്ട് ചില കാര്യങ്ങൾ ദൈവം ഇസ്രായേൽ മക്കളോട് പറയുന്നുണ്ട്. He has taken them out of Egypt and he's brought them and he's planning to prepare them for the promised land. മിസ്രൈമിൽ നിന്ന് ഈ ജനത്തെ പുറത്ത് കൊണ്ടുവന്നിട്ട് ഈ വാഗ്ദത്ത ദേശത്തിലേക്ക് കൊണ്ടുപോകാനുള്ള ഒരുക്കത്തിലാണ് ദൈവം. Deuteronomy 10 verses 12 to 13 says, "And now Israel, what does the Lord your God require of you? But to fear the Lord your God, to walk in all his ways, and to love him, to serve the Lord your God with all your heart and with all your soul, and to keep the commandments of the Lord and his statutes, which I command you today for your own good." ആവർത്തന പുസ്തകം 10:12 തൊട്ട് 13 വരെ. ആകയാൽ ഇസ്രായേലെ, നിന്റെ ദൈവമായ യഹോവയെ ഭയപ്പെടുകയും അവൻ്റെ എല്ലാ വഴികളിലും നടക്കുകയും അവനെ സ്നേഹിക്കുകയും നിന്റെ ദൈവമായ യഹോവയെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടെ സേവിക്കുകയും ഞാനിന്ന് നിന്നോട് ആജ്ഞാപിക്കുന്ന യഹോവയുടെ കൽപ്പനകളും ചട്ടങ്ങളും നിന്റെ നന്മയ്ക്കായി പ്രമാണിക്കുകയും വേണം എന്നല്ലാതെ നിന്റെ ദൈവമായ യഹോവ നിന്നോട് ചോദിക്കുന്നത് എന്ത്? So what does it mean to fear the Lord? യഹോവയെ, ദൈവത്തെ ഭയക്കുക എന്ന് പറഞ്ഞാൽ എന്താകുന്നു? The word fear in Hebrew is yareh. ഹീബ്രുവിൽ ഈ ഭയം എന്ന വാക്കിന്റെ അർത്ഥം യാരെ എന്നാകുന്നു. It means the normal fear that we experience in many instances, but when it concerns God, it means to revere. നമ്മൾ ഈ ഭയം എന്ന് ഈ പറയുന്നത് സാധാരണ നമ്മൾ ഭയക്കുന്ന എല്ലാ കാര്യത്തെ കുറിക്കുന്നതാകുന്നു എങ്കിലും ദൈവവുമായിട്ട് ബന്ധപ്പെടുമ്പോൾ അതിന് ഒരു ആദരവോടുകൂടിയുള്ള ഭയം എന്നർത്ഥത്തിലാകുന്നു. It means to respect. അത് ബഹുമാനത്തിൻ്റെതായ ഒരു ഭയമാകുന്നു. But they don't have another word, so the same word is used in Hebrew and in Greek. അവർക്ക് മറ്റൊരു വാക്കില്ലാത്തത് കൊണ്ട് ഈ രണ്ട് ഭയത്തെയും കാണിക്കുന്നത് ഹീബ്രുവിലും ഗ്രീക്കിലും ഒരേ വാക്ക് തന്നെയാണ്. So all of us, even in Sunday school, we recite all the verses about fear of the Lord, isn't it? I think all of us are familiar with Proverbs 9:10, where it says, "The fear of the Lord is the beginning of wisdom, and the knowledge of the Holy One is understanding." നമ്മൾ സൺഡേ സ്കൂൾ കാലഘട്ടം മുതൽ ഈ ഭയത്തിനെതിരായിട്ടുള്ള വാക്യങ്ങളെല്ലാം നമ്മൾ കാണാപ്പാടമാകുന്നു. സദൃശവാക്യം 9:10 ഇങ്ങനെ വായിക്കുന്നു, യഹോവ ഭക്തി ജ്ഞാനത്തിന്റെ ആരംഭവും പരിശുദ്ധനെക്കുറിച്ചുള്ള പരിജ്ഞാനം വിവേകവുമാകുന്നു എന്നുള്ളത്. It's such something we repeat, but do we really understand what it means? നമ്മളത് മനപ്പാടമാക്കി അത് ആവർത്തിച്ചുകൊണ്ടേ ഇരുന്നാലും നമ്മൾ ശരിക്കും അത് മനസ്സിലാക്കിയാകുന്നു അത് പറയുന്നത്. There's a difference of being afraid and of having a fear of God.
ദൈവത്തെ പേടിക്കുന്നതും ഭയക്കുന്നതും ദൈവഭയമുള്ളതും തമ്മിൽ വ്യത്യാസമുണ്ട്. And we see that in Exodus, അത് നമ്മൾ പുറപ്പാടിന്റെ പുസ്തകത്തിൽ കാണുന്നു. where God asks Moses to, he says, consecrate the people because I'm going to give them the 10 commandments. Let them set apart themselves for 2 days, and on the third day, let them come to the mountain. ഈ യഹോവ ഇങ്ങനെ മോശയോട് പറയുന്നുണ്ട്, ജനത്തെ വേർതിരിച്ച് മാറ്റുവിൻ, അവർ 2 ദിവസം തന്നെത്താൻ വിശുദ്ധീകരിച്ചിട്ട് 3-ാമത്തെ ദിവസം അവർ യഹോവയുടെ മലയിലേക്ക് വരട്ടെ എന്നുള്ളത്. And so the people are getting ready, but then he says, no one should touch the mountain. Let them come into the presence and let them hear from me, but let no one touch the mountain. അപ്പോൾ അവരെ തന്നെ ശുദ്ധീകരിച്ച് അവർ പ്രിപ്പയർ ആയിട്ട് വരട്ടെ, പക്ഷെ അവരാരും മലയിൽ തൊടരുത് എന്നുള്ളത് പറയുന്നു. So just imagine if the Lord told all of us, get ready, be prepared for 2 days and come into my presence. നമ്മൾ അന്ന് ആലോചിച്ച് നോക്കും, നമ്മളോട് കർത്താവ് പറയാണ് 2 ദിവസം ഒരുക്കമുള്ളവരായിട്ട് ഇരുന്നിട്ട് എൻ്റെ സന്നിധിയിലേക്ക് വരുവാൻ നമ്മളോട് കൽപ്പിക്കുന്നത് പോലെ തന്നെയാകുന്നു ഇത്. What would they have thought would happen? അവരെന്തായിരിക്കും വിചാരിക്കുക, എന്ത് സംഭവിക്കുമെന്നായിരിക്കും വിചാരിച്ചിട്ടുണ്ടാവുക. But when they go to the mountain, they see, what do they see? They see the fire, there's the loud thunder, and they are so scared. പക്ഷെ അവരവിടെ ചെല്ലുമ്പോൾ അവർ കാണുന്നത് ഭയാനകമായ ഈ തണ്ടറും ഈ തീയും പുകയും ഒക്കെയാകുന്നു. Exodus 20 verse 18 says, now all the people witnessed the thunderings, the lightnings, flashes, the sound of trumpet, and the mountain smoking. And when the people saw it, they trembled and stood afar off. പുറപ്പാടിന്റെ 20:18 വായിക്കുന്നു, ജനമൊക്കെയും ഇടിമുഴക്കവും മിന്നലും കാഹളധ്വനിയും പർവ്വതം പുകയുന്നതും കണ്ടു. ജനം അത് കണ്ടപ്പോൾ വിറച്ചും കൊണ്ട് ദൂരത്ത് നിന്നു. They were afraid, isn't it? അവരിതെല്ലാം കണ്ടപ്പോൾ അവർ ഭയപ്പെട്ടു. Then they said to Moses, you speak with us, and we will hear, but let not God speak to us, lest we die. അവർ മോശയോട്, നീ ഞങ്ങളോട് സംസാരിക്കുക, ഞങ്ങൾ കേട്ടുകൊള്ളാം, ഞങ്ങൾ മരിക്കാതിരിക്കേണ്ടതിന് ദൈവം ഞങ്ങളോട് സംസാരിക്കരുതേ എന്ന് പറഞ്ഞു. But what does Moses say to them? Do not fear, for God has come to test you, and that his fear may be before you. അപ്പോൾ മോശ ജനത്തോട് ഇങ്ങനെ പറയുന്നു, ഭയപ്പെടേണ്ട, നിങ്ങളെ പരീക്ഷിക്കേണ്ടതിനും നിങ്ങൾ പാപം ചെയ്യാതിരിപ്പാൻ അവങ്കലുള്ള ഭയം നിങ്ങൾക്കുണ്ടായിരിക്കേണ്ടതിനും അത്രേ ദൈവം വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞു. He's saying, don't be afraid of these natural things, but the Lord is testing to see whether you truly fear him. ഈ മുന്നിൽ കാണുന്ന ഈ സ്വാഭാവികമായ കാര്യങ്ങളെക്കുറിച്ച് ഓർത്ത് നിങ്ങൾ ഭയപ്പെടേണ്ട, പക്ഷേ കർത്താവ് നിങ്ങളെ പരീക്ഷിക്കുകയാണ്, പരിശോധിച്ച് നോക്കുകയാണ്, നിങ്ങൾ ശരിക്കും അവനെ അറിയുന്നുണ്ടോ എന്നുള്ളത്. Because if you fear him, you will not sin. കാരണം നിങ്ങൾക്ക് ദൈവഭയം ഉണ്ടെങ്കിൽ നിങ്ങൾ പാപം ചെയ്യുകയില്ല. The people couldn't understand. They still stood far away. But Moses went into the darkness and went to the mountain. അത്രയും പറഞ്ഞിട്ടും ജനങ്ങൾക്ക് മനസ്സിലായില്ല. അവർ വീണ്ടും ഭയന്ന് മാറി നിന്നു. അങ്ങനെ ജനം ദൂരത്ത് നിന്നു. മോശയോ ദൈവം ഇരുന്ന ഇരുളിന് അടുത്ത് ചെന്നു. The fear of God should not take us away from God. ഈ ദൈവഭയം നമ്മളെ ദൈവത്തിൽ നിന്ന് ദൂരത്തോട്ട് മാറ്റുകയല്ല ചെയ്യുന്നത്. It should bring us closer to him. നമ്മളെ കർത്താവിന്റെ അടുത്തേക്ക് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. And it should make us realize who he is. അതുപോലെ ദൈവം ആരാണെന്നുള്ള സത്യം നമുക്ക് മനസ്സിലാക്കണം. They didn't understand. They didn't know this God. That's why they were fearful. അവർ ഈ ദൈവത്തെ ശരിക്കും അറിഞ്ഞില്ല, അതുകൊണ്ടാണ് അവർ അങ്ങനെ ഭയന്ന് മാറിയത്. Do you know the God you worship? നിങ്ങൾ ആരാധിക്കുന്ന ദൈവത്തെ നിങ്ങൾക്കറിയാമോ? Do you know that he can come as a mighty judge? ഒരു വലിയ ന്യായാധിപനായിട്ട് അദ്ദേഹത്തിന് വരാൻ പറ്റുമെന്ന് നിങ്ങൾക്കറിയാമോ? Do you know, like I was just thinking about John the Apostle, how he was the one who was always lying on Jesus' shoulder. He loved the Lord so much, but in Revelation, when he sees the Lord, he can't stand. അപ്പോസ്തലനായ യോഹന്നാനെ കുറിച്ച് നമ്മൾ കാണാം, യേശുവിനെ അടുത്ത് സ്നേഹിച്ചിരിക്കുകയും യേശുവിൻ്റെ നെഞ്ചത്തോട് തലചായ്ച്ച് എപ്പോഴും ഇരിക്കുകയും ചെയ്യുന്ന അത്രയും സ്നേഹമുണ്ടായിരുന്ന യോഹന്നാൻ, പക്ഷേ യേശുവിനെ കണ്ടു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് മാറി നിന്നു. So it's so important for us to think, do we have the right fear? Do we have the fear of God in us? അപ്പോൾ ശരിക്കും നമ്മൾ ആലോചിക്കേണ്ടത് നമ്മൾക്ക് ശരിക്കും നമ്മുടെ ഉള്ളിൽ ദൈവഭയം ഉണ്ടോ എന്നുള്ളതാകുന്നു. So the fear of the Lord is not to be frightened away from God. It is a profound and abiding respect and reverence for God and all that he is. ദൈവഭയം എന്ന് പറയുന്നത് ദൈവത്തെ ഭയന്ന് മാറി നിൽക്കുക എന്നുള്ളതല്ല, അത് ദൈവത്തിനെ ആഴത്തിൽ അറിയുകയും ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുക എന്നുള്ളതാകുന്നു. It is to give him the first place.
ദൈവത്തിന് ഒന്നാം സ്ഥാനം നമ്മുടെ ഉള്ളിൽ കൊടുക്കുക, ജീവിതത്തിൽ കൊടുക്കുക എന്നുള്ളതാകുന്നു. You know, so often we have these, okay, we have the church services, we come, we do something and we go, but we forget that the Lord is here. You know, the Lord is here. പലപ്പോഴും നമ്മൾ ഈ ചർച്ച് സർവീസൊക്കെ അറ്റൻഡ് ചെയ്തിട്ട് നമ്മൾ പോകും, പക്ഷേ നമ്മൾ എത്ര പേർ മനസ്സിലാക്കുന്നുണ്ട് ദൈവം ഇവിടെ ഉണ്ട് എന്നുള്ളത്? He wants to tell you something today. ദൈവത്തിന് ഇന്ന് നമ്മളോട് ഓരോരുത്തരോടും സംസാരിക്കുവാനുണ്ട്. He wants to speak to you. നിങ്ങളോട് സംസാരിക്കുവാനുണ്ട് ദൈവത്തിന്. Don't go back home without hearing from him. ദൈവത്തിൽ നിന്ന് കേൾക്കാതെ നിങ്ങൾ തിരിച്ചു വീട്ടിലേക്ക് മടങ്ങി പോകരുത്. The Lord will say something to you, something to me, something different to each one of us, but He has a word for each of us. ദൈവം നമ്മൾ ഓരോരുത്തരോടും വ്യത്യസ്തമായ രീതിയിലായിരിക്കും, വ്യത്യസ്തമായ കാര്യങ്ങളായിരിക്കും സംസാരിക്കാനുള്ളത്, പക്ഷെ നമ്മൾ ഓരോരുത്തരോടും ദൈവം സംസാരിച്ചിരിക്കും. The remnant will fear God. ശേഷിപ്പ് ദൈവഭയമുള്ളവരായിരിക്കും. How many of you love God? Let me see hands. നിങ്ങളിൽ എത്ര പേർ ദൈവത്തെ സ്നേഹിക്കുന്നുണ്ട്? There are quite a few hands. How many of you fear God? നിങ്ങൾ എത്ര പേർ ദൈവത്തെ ഭയക്കുന്നുണ്ട്? Just a few hands, okay. So there was a famous televangelist in America in the 1990s, and he was very famous, but he fell in sin, and he was put in prison for floundering the money and for adultery, and it was a big shock to the Christian world at that time. 1990-കളിൽ ഒരു ടെലിവിഷൻ സംബന്ധമായിട്ടുള്ളൊരു സുവിശേഷകം ഉണ്ടായിരുന്നു. അദ്ദേഹം ഒരു കാലത്ത് സാമ്പത്തിക ക്രമക്കേടിനും അതുപോലെ അസാൻമാർഗികതയ്ക്കുമൊക്കെ ആയിട്ട് താൻ ജയിലിൽ കിടക്കുകയുണ്ടായി. അത് ഈ ക്രിസ്ത്യൻ വേൾഡിന് ജനത്തിൻ്റെ ഇടയിൽ വളരെ ഒരു ആശ്ചര്യമുള്ള ആയിരുന്നു. So a man of God, John Bevere, who always speaks about the fear of the Lord, he had an interview with him. He went and met him in the jail. അപ്പോൾ ജോൺ ബിവിയർ എന്ന് പറയുന്ന ഒരു ദൈവദാസൻ, അദ്ദേഹം ദൈവഭയത്തെക്കുറിച്ച് എപ്പോഴും സംസാരിക്കുമായിരുന്നു. അദ്ദേഹം ഈ ജയിലിൽ ഈ സുവിശേഷകനെ കാണുവാനായിട്ട് ചെന്നു. Because this man of God had wanted him to meet him. അപ്പോൾ ഈ ദൈവദാസന് അദ്ദേഹത്തെ കാണുവാൻ ആഗ്രഹം ഉണ്ടായിരുന്നതുകൊണ്ടാണ് ചെന്നത്. So then when he went there, he probably had some preconceived ideas about what is the person I'm going to meet like. അപ്പോൾ ഈ ദേവദാസൻ അങ്ങോട്ട് ചെല്ലുമ്പോൾ അദ്ദേഹത്തിന് ചിലപ്പോൾ താൻ കണ്ടുമുട്ടാൻ പോകുന്ന ആളെക്കുറിച്ച് മുൻധാരണകൾ പലതും ഉണ്ടായിരുന്നിരിക്കും. But when he went there, he saw a man who was so repentant, and a man who said, the best thing that happened to me is that I was in prison. God had mercy, and because of that I came to prison. പക്ഷെ താൻ അവിടെ കണ്ടത് വളരെ അനുദപിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാവുന്നു. എനിക്ക് ഉണ്ടാകാവുന്ന ഏറ്റവും നല്ല കാര്യം ദൈവഭയമാകുന്നു എന്ന് പറഞ്ഞ് അനുദപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് ജയിലിനകത്ത്. So they had a long conversation, and then at some point this John Bevere asked the man, then when did you stop loving God? അവർ തമ്മിൽ ദീർഘമായ സംഭാഷണത്തിൽ ഏർപ്പെട്ടു. ഒരു ഘട്ടത്തിൽ ജോൺ ബിവർ ചോദിക്കുകയാണ്, എപ്പോഴാണെന്നു താങ്കൾ ദൈവത്തെ സ്നേഹിക്കാൻ നിർത്തിയത് എന്നുള്ളത്. And the man said, I never stopped loving God, but I never feared him. അപ്പോൾ അദ്ദേഹം പറയുകയാണ്, ഞാൻ ഒരിക്കൽ പോലും ദൈവത്തെ സ്നേഹിക്കാതിരുന്നിട്ടില്ല, പക്ഷെ ഞാൻ ദൈവത്തെ ഭയന്നിട്ടില്ല എന്നുള്ളതാകുന്നു. The love of God may help your walk, but the fear of the Lord will help us till the end. ദൈവഭയം നമ്മളെ അവസാനം വരെ കൊണ്ടുപോകാൻ സഹായിക്കുന്നു. The fear of the Lord is needed for the church like never before. ഒരിക്കലും ഉണ്ടാകാത്തതുപോലെ ദൈവഭയം ദൈവസഭയിലുള്ളിൽ വേണം. That will separate us from those who are just following the Lord for the purpose of the world. That is, if you fear God, we will be faithful till the end, and we will be the overcomers. നമ്മൾ ദൈവഭയം ഉണ്ടെങ്കിൽ നമ്മൾ അവസാനം വരെ വിശ്വസ്തയോടെ ഇരിക്കും, ദൈവത്തിന്റെ നാമത്തിൽ അതിജീവിക്കുന്നവരുമായിരിക്കും. So my deep concern right now is that let us all examine ourselves. Are we walking in the fear of the Lord? നമ്മൾ ഇപ്പോൾ ഇവിടെ നോക്കേണ്ടത് നമ്മൾ എല്ലാവരും സ്വയമായിട്ടൊന്ന് ശോധന ചെയ്താട്ടെ, നമ്മൾ ദൈവഭയത്തിൽ നടക്കുന്നവരാണോ എന്നുള്ളത്. So let's look at some of the signs that we fear God. നമുക്ക് ദൈവഭയമുണ്ടോ എന്ന് പരിശോധിക്കുന്ന ചില അടയാളങ്ങൾ നമുക്ക് നോക്കാം. First one is we will obey God immediately. ഒന്നാമതായി നമ്മൾ ദൈവത്തെ പെട്ടെന്ന് തന്നെ അനുസരിക്കുന്നവരായിരിക്കും. It won't be so difficult. അത് വളരെ പ്രയാസം ഉണ്ടായിരിക്കുന്നില്ല. The first mention of the term the fear of the Lord in the Bible is in Genesis 22:12. Not taking the scripture, it's where Abraham is given his son. He's ready to give Isaac and sacrifice him. And at that point, the angel of the Lord says, stop. The Lord was just, now I know, the Lord was testing you, and now the Lord knows, I know that you fear God.
ആദ്യമായി ദൈവഭയത്തെക്കുറിച്ച് എഴുതിയിരിക്കുന്ന ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 22:12 എപ്പോൾ അബ്രഹാം തൻ്റെ മകനായ ഇസഹാക്കിനെ യാഗമായി കൊടുക്കാൻ തുടങ്ങുമ്പോൾ തന്നെ ഒരു ദൂതൻ വന്ന് പറയുകയാണ് മതി നിർത്ത് എന്നുള്ളത്. Why? Because now I know that you fear God. എന്തുകൊണ്ടെന്നാൽ ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നു നീ ദൈവഭയമുള്ളവനാകുന്നു. So the Lord will sometimes test us. Do we have the fear of Him in us, or do we have the fear of the world? ദൈവം ചിലപ്പോൾ നമ്മളെ പരീക്ഷിക്കും, നമുക്ക് ദൈവഭയമാണോ അതോ ലോകത്തെയാണോ ഭയം എന്നുള്ളത്. Hebrews 11:7 says, by faith Noah, being divinely warned of the things not yet seen, moved with godly fear, prepared an ark for the saving of his household, by which he condemned the world and became heir of the righteousness which is according to faith. എബ്രായർക്ക് എഴുതിയ ലേഖനം 11:7 ഇങ്ങനെ വായിക്കുന്നു, വിശ്വാസത്താൽ നോഹ അതുവരെ കാണാത്തവയെക്കുറിച്ച് അരുളപ്പാടുണ്ടായിട്ട് ഭയഭക്തി പൂണ്ട് തൻ്റെ കുടുംബത്തിൻ്റെ രക്ഷയ്ക്കായിട്ട് ഒരു പെട്ടകം തീർത്തു. അതിനാൽ അവൻ ലോകത്തെ കുറ്റം വിധിച്ചു, വിശ്വാസത്താലുള്ള നീതിക്ക് അവകാശമായി തീർന്നു. So you see here, it's by faith he went. He took that step because till then there was no rain. By faith he'd heard from God. He said, okay, I'm going to build the ark. അവിടെ മഴയുണ്ടായിരുന്നില്ല, പക്ഷെ വിശ്വാസത്തിലാകുന്നു നോഹ അത് പെട്ടകം പണിതത്. And he took the step because he had the fear of the God. പക്ഷെ ആ ഒരു ചുവട് വെച്ചത് തനിക്ക് ദൈവഭയം ഉണ്ടായത് കൊണ്ടാകുന്നു. This year is the year of only believing. ഈ ഒരു വർഷം എന്ന് പറയുന്നത് വിശ്വസിക്കുക എന്നുള്ള ഒരു ദൂതുള്ള വർഷമാകുന്നു. We need faith, നമുക്ക് വിശ്വാസം വേണം, but we need the fear of the Lord to have that boldness to go and do the things of God. അതുപോലെ തന്നെ നമുക്ക് ദൈവഭയം വേണം ദൈവത്തിന്റെ കാര്യങ്ങൾ ചെയ്യുവാനായിട്ട്. So when the Lord tells you to do something, it may be something small, do it. അപ്പോൾ ദൈവം നമ്മളോട് ചിലപ്പോൾ ചെറിയൊരു കാര്യം ചെയ്യുവാനായിരിക്കും പറയുന്നത്, പക്ഷേ ചെയ്യുക. Probably sharing the gospel to someone nearby on the way. Those little voice, that little voice of God, listen. Probably is to go and pray for someone. Listen to that voice, obey. ചിലപ്പോൾ നമ്മൾ നടന്നു പോകുമ്പോൾ ഒരു വ്യക്തിയോട് സുവിശേഷം പറയുവാനായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനായിരിക്കും. എത്ര ചെറിയ കാര്യമാണെങ്കിലും ദൈവശബ്ദം കേട്ട് കഴിഞ്ഞാൽ അത് അനുസരിക്കുക എന്നുള്ളതാകുന്നു. So the first thing is a sign of us fearing God is that we will obey God. അപ്പോൾ ആദ്യത്തെ അടയാളം, നമ്മൾക്ക് ദൈവഭയം ഉണ്ടോ എന്ന് പരിശോധിക്കേണ്ട ആദ്യത്തെ അടയാളം നമ്മൾ പെട്ടെന്ന് അനുസരിക്കുന്നവരായിരിക്കും എന്നുള്ളതാണ്. Second thing is we will not get too familiar with God. രണ്ടാമത്തെ കാര്യം, നമ്മൾ ദൈവവുമായിട്ടുള്ള സൗഹൃദത്തെ നിസ്സാരവൽക്കരിക്കുകയില്ല. We say God is a friend, that is good, but we come to the point where we become so familiar with Him. നമ്മൾക്കറിയാം, നമ്മൾ പറയുന്ന ദൈവം എൻ്റെ സുഹൃത്താണ് എന്നുള്ളതൊക്കെ, പക്ഷെ ചിലപ്പോൾ അത് കഴിയുമ്പോൾ നമ്മൾ ആ സൗഹൃദത്തെ വളരെ നിസ്സാരമായി കരുതും. Because this is the friend who created the heaven and the earth. ഈ ഒരു സുഹൃത്താകുന്നു ഈ ആകാശവും ഭൂമിയും ഉണ്ടാക്കിയത്. So during the time of Eli, the Ark of the Covenant was lost to the Philistines. ഏലായിയുടെ സമയത്ത് ഈ നിയമപ്പെട്ടകം അത് ഫിലിസ്തീർ കൊണ്ടുപോയിരുന്നു. And so the Philistines kept the Ark of the Covenant, but they had problems. They had tumors and different diseases break out in their community. ഫിലിസ്തീർ ഇത് കൊണ്ടുപോയപ്പോൾ അവരുടെ സമൂഹത്തിൽ തന്നെ വളരെയധികം വ്യാധിയൊക്കെ പകർന്നു പിടിക്കുവാൻ തുടങ്ങി. And so they put the Ark of the Covenant on a cart and sent it into the land, and it found its way back to the Israelites. അപ്പോൾ ഫിലിസ്തീർ തീരുമാനിക്കുകയാണ് ഈ നിയമപ്പെട്ടകം തിരിച്ച് ഇസ്രായേലർക്ക് തന്നെ കൊടുക്കാമെന്നുള്ളത്. And so the Ark of the Covenant was in the house of a man called Abinadab for 20 years. അപ്പോൾ ഈ നിയമപ്പെട്ടകം അബിനാദാബ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ വീട്ടിൽ 20 വർഷം അത് അവിടെ തന്നെ ഇരുന്നു. And when David became king, he wanted to bring the Ark of Covenant to Jerusalem. അപ്പോൾ ദാവീദ് രാജാവായിരുന്നപ്പോൾ ദാവീദിനെ തിരിച്ച് ഈ നിയമപ്പെട്ടകം ഇസ്രായേലിലേക്ക് കൊണ്ടുവരണം എന്ന് ആഗ്രഹിച്ചു. Let's read that incident in 2 Samuel chapter 6, verse 1 onwards. Again David gathered all the choice men of Israel, 30,000. And David arose and went with all the people who were with him from Baale, Judah, to bring up from there the ark of God, whose name is called by the name, the Lord of hosts, who dwells between the cherubim. Just read that verse first. 2 ശമൂവേൽ 6:1-7 വരെ. അനന്തരം ദാവീദ് ഇസ്രായേലിൽ നിന്ന് സകല വിരുദ്ധന്മാരുമായി 30,000 പേരെ കൂട്ടിവരുത്തി. കെരൂബുകളുടെ മീതെ അധിവസിക്കുന്നവനായ സൈന്യങ്ങളുടെ യഹോവ എന്ന നാമത്താൽ വിളിക്കപ്പെട്ടിരിക്കുന്ന ദൈവത്തിൻ്റെ പെട്ടകം ബലെ യഹൂദയിൽ നിന്ന് കൊണ്ടുവരേണ്ടതിന് ദാവീദും കൂടെയുള്ള സകല ജനവും അവിടേക്ക് പുറപ്പെട്ടു പോയി. So he's got 30,000 people to bring the ark. അപ്പോൾ നിയമപ്പെട്ടകം കൊണ്ടുവരാൻ ദാവീദിന്റെ കയ്യിൽ 30,000-ഓളം പേരുണ്ട്. So it's very important for him. അപ്പോൾ ദാവീദിനത് വളരെ പ്രാധാന്യമുള്ള ഒരു കാര്യമാകുന്നു. But it's on, how is he taking it? It's on a cart.
പക്ഷെ അത് കൊണ്ടുവന്നിരിക്കുന്നത് ഒരു കാളവണ്ടിയുടെ മുകളിലായിരുന്നു. They set the ark of God on a new cart and brought it out of the house of Abinadab, which was on the hill. And Uzzah and Ahio, the sons of Abinadab, drove the new cart. അവർ ദൈവത്തിന്റെ പെട്ടകം ഒരു പുതിയ വണ്ടിയിൽ കയറ്റി കുന്നിന്മേലുള്ള അബിനാദാബിന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നു. അബിനാദാബിന്റെ പുത്രന്മാരായ ഉസ്സയും അഹ്യോവും ആ പുതിയ വണ്ടി തെളിച്ചു. So these are boys who have grown up seeing the ark in their home. അപ്പോൾ തങ്ങളുടെ വീട്ടിൽ ഈ നിയമപ്പെട്ടകം ഇരിക്കുന്നത് കണ്ടു വളർന്ന രണ്ട് യുവാക്കളാകുന്നു ഇത്. So they probably don't realize the value of this. അവർക്ക് അപ്പോൾ അത്രയും കണ്ട് പരിചരിച്ചത് കൊണ്ട് അവർക്ക് അതിനെക്കുറിച്ച് നിസാരമായി അവർ കാണുകയുണ്ടായി. And so they are allowed to be taken in an ark. അപ്പോൾ അവരും ഇതിന്റെ കൂടെ പോവുകയാണ്. But in the Old Testament it is written that the ark should be carried by the priest only. പക്ഷേ പഴയ നിയമത്തിൽ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട് ഈ നിയമപ്പെട്ടകം പുരോഹിതന്മാർക്ക് മാത്രമേ കൊണ്ടുപോകാൻ കഴിയുകയുള്ളൂ എന്ന്. It's put not even to be touched, it's to be put on poles on Kohathites. The group of priests, the Kohathites, had to carry it. That was the strict way it should be carried from one place to another. But they forgot that. പുരോഹിതന്മാരാണെങ്കിൽ കൂടി അവരുടെ ചുമലിൽ രണ്ട് പോളുകൾ ഇങ്ങനെ തൂണുകൾ കെട്ടിയിട്ട് മാത്രമേ ആ പെട്ടകത്തെ തൊടാതെ മാത്രമേ അവർക്കത് കൊണ്ടുപോകാൻ സാധിക്കുകയുണ്ടായിരുന്നു. It's almost a 10-mile journey, and on the way the trips over the cart trips, and then Uzzah stretches out his hand to stop it, and we know what happens. He dies immediately. അപ്പോൾ അങ്ങനെ ഒത്തിരി അധികം ദൂരം പോകേണ്ടതായിരുന്നു. നമ്മൾക്കറിയാം ഈ കഥ കാള വരേണ്ടത് കൊണ്ട് ഉസ്സ കൈ നീട്ടി ആ ദൈവത്തിന്റെ പെട്ടകം പിടിക്കുകയുണ്ടായി. It's very sad, no? I used to think, why is this happening here? Why? It was so grand. They didn't mean any evil. It was a new cart. But it was not done in God's way. അങ്ങനെ ഊസ മരിക്കുകയാണ്. അത് വളരെ അനർത്ഥമായ ഒരു കഷ്ടമായി പോയി. പക്ഷേ ദൈവത്തിന്റെ നിയമപ്പെട്ടകമായിരുന്നുകൊണ്ട് അങ്ങനെ ചെയ്യാൻ പാടുകയില്ലായിരുന്നു. And they all knew the laws. അത് എല്ലാവർക്കും അറിയാം ഇത് എന്ത് വലിയ നഷ്ടമായിരുന്നു. Somewhere they probably didn't give importance to that rules. അവർ എവിടെയൊക്കെയോ അത്രയും വലിയ ഗൗരവമായി എടുക്കേണ്ടിയിരുന്ന നിയമത്തെ അവർ ഗൗരവമായി എടുത്തില്ല. David would have felt so guilty and so sad. ദാവീദിന് ഉള്ളിൽ ഒരുപാട് അനുതപിച്ചിട്ടുണ്ടാകാം. But later we know how he again later on arranged for the ark to be carried by the Levites, and it was taken victoriously. പക്ഷെ പിന്നീട് നമ്മൾ വായിക്കുന്നുണ്ട് ദാവീദ് എങ്ങനെ പുരോഹിതന്മാരെ ലേവ്യക്കാരെ കൊണ്ട് തന്നെ അതിനെ എടുത്തുകൊണ്ടുപോയി ഇസ്രായേലിൽ കൊണ്ടുവച്ചു എന്നുള്ളത് വായിക്കുന്നുണ്ട്. I was just thinking, it's like in our churches. I came as a first generation believer. ഞാനിവിടെ വന്നപ്പോൾ ഒരു ആദ്യത്തെ തലമുറയായിട്ട്, ഒരു വിശ്വാസത്തിലെ ആദ്യത്തെ തലമുറയായിട്ടാണ് ഇവിടെ വന്നത്. The second generation is growing in the church. ഇതുപോലെ ദൈവസഭയിൽ രണ്ടാമത്തെ തലമുറ വളർന്നുകൊണ്ടിരിക്കുക. They always have seen the ark. അവർ നിയമപ്പെട്ടകം കണ്ടു കഴിഞ്ഞിരിക്കുന്നു. They know all the answers. അവർക്ക് ഉത്തരങ്ങളെല്ലാം അറിയാം. Better than us, they know all the answers you ask them. നമ്മളെക്കാൾ മനോഹരമായി അവർക്ക് ഉത്തരങ്ങൾ അറിയാം, ഉത്തരം അവർ പറയുകയും ചെയ്യും. But it is our responsibility to see that the fear of the Lord doesn't go out of the house. പക്ഷേ നമ്മുടെ ഉത്തരവാദിത്തമാണ് നമ്മൾ നോക്കേണ്ടത് ദൈവഭയം ദൈവസഭയിൽ നിന്ന് മാറി പോകരുത് എന്നുള്ളത്. The one thing that will keep our children safe will be having the fear of the Lord. ഒരു കാര്യം, എങ്ങനെയാണ് നമ്മുടെ മക്കൾ സുരക്ഷിതമായി ഇരിക്കേണ്ടത് എന്നാൽ അവരുടെ ഉള്ളിൽ ദൈവഭയം വരുമ്പോഴാണ്. Nothing else will guard them in this time. ഈ ഒരു സമയത്ത് മറ്റൊന്നിനും അവരെ സുരക്ഷിതമാക്കുവാൻ കഴിയുകയില്ല. I'm telling you, parents, really fearfully take care of your children and grandchildren. Let them not become familiar with the things of God. ഞാൻ നിങ്ങളോട് പറയുന്നു, മാതാപിതാക്കളെ അതുപോലെ അപ്പച്ചന്മാരെ അമ്മച്ചിമാരെ എല്ലാം നിങ്ങളുടെ മക്കളെ നിങ്ങൾ ദൈവഭയമുള്ളവരായി വളർത്തുവിൻ. When they come here, let them honor the presence of God. അവരിവിടെ വരുമ്പോൾ ദൈവത്തിന്റെ സാന്നിധ്യത്തെ അവർ ബഹുമാനിക്കുവാൻ പഠിക്കട്ടെ. They do that in denominational church, probably to another extreme, but have we lost it here? അവർ നമ്മുടെ നാമധേയ പള്ളികളിലെല്ലാം ചിലപ്പോൾ അവർ ചെയ്യുമായിരിക്കാം, എന്നാൽ ഇവിടെ അത് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നുവോ? We have to be careful. നമ്മൾ അതീവ ശ്രദ്ധയുള്ളവരായിരിക്കണം. We have to teach them. നമ്മൾ അവരെ പഠിപ്പിച്ചുകൊണ്ടേയിരിക്കണം. Because where two or more are gathered in His name, He is here. എന്തുകൊണ്ടെന്നാൽ 2-3 പേർ ഒരുമിച്ച് കൂടുമ്പോൾ അവൻ ഇവിടെ ഉണ്ട്. I know the Lord is here. Yesterday I was taking time praying here in the evening, and I don't know, there was such a presence of the Holy Spirit here. I was thinking, Lord, your presence is so tangible here some evenings. Do the people realize that when they come on Sunday?
ഞാനിവിടെ ശനിയാഴ്ച വൈകുന്നേരം ഇവിടെ വന്ന് പ്രാർത്ഥിച്ചപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം വളരെയധികം ഞാൻ അനുഭവിക്കുവാൻ ഇടയായി. ഇവിടെ മുഴുവൻ ദൈവത്തിൻ്റെ സാന്നിധ്യം നിറഞ്ഞു നിന്നപ്പോൾ ഞാൻ ദൈവത്തിനോട് ചോദിക്കുകയാണ്, കർത്താവെ, ഞായറാഴ്ച വരുന്ന ജനങ്ങൾ ഇത് തിരിച്ചറിയുന്നുവോ ഈ സാന്നിധ്യം? There's no need of anyone to worship here. I was sitting in the corner there. There was some just soft background music. The presence of God hit all of us here, and we just felt so loved by God. And I said, Lord, we want to honor your presence. We want to be a church that fears you. ഇന്നലെ ഇവിടെ വലിയ ഗായിക സംഘം ഒന്നും ഇല്ലായിരുന്നു, ആരാധനാ സംഘം ഒന്നും ഇല്ലായിരുന്നു, ചെറിയൊരു മ്യൂസിക് മാത്രമേ അവർ ഇട്ടുള്ളൂ. പക്ഷേ ഇവിടെ ആയിരുന്ന എല്ലാവരെയും ദൈവ സാന്നിധ്യം കൊണ്ട് മൂടിയിരിക്കുന്നു. അപ്പോൾ ഞാൻ പ്രാർത്ഥിക്കുകയായി, കർത്താവെ, ഞങ്ങൾ ദൈവഭയമുള്ളവരായി തീരട്ടെ എന്നുള്ളത്. So let us as a church be a church that honors his presence, that fears God. നമ്മൾക്ക് ഒരു സഭയായിട്ടിരിക്കാം, ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ തിരിച്ചറിഞ്ഞ് അതിനെ ആദരവോടുകൂടി ദൈവഭയമുള്ളവരായിട്ടിരിക്കാം. Don't be familiar. Every time you come and pray together, even if it's our common prayer times, He's here. And when we pray, He hears. നമ്മളിവിടെ കൂടി വരുമ്പോഴും പ്രാർത്ഥനയുടെ രാവിലെ തുടങ്ങുന്ന പ്രാർത്ഥനയുടെ സമയത്തൊക്കെ ആണെങ്കിലും വളരെ ഗൗരവത്തോടു കൂടെ നമ്മൾ ഇരിക്കണം. കാരണം ദൈവം ഇവിടെ ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കി നമ്മൾ ഇരിക്കണം. Okay, and the third thing is, when we have the fear of God, our earthly fears appear insignificant. നമ്മൾക്ക് ദൈവഭയം ഉള്ളപ്പോൾ നമുക്ക് ഭൂമിയിലുള്ള മറ്റെല്ലാ ഭയത്തിനെയും ഒരു പ്രാധാന്യമില്ലാതായി മാറും. Who of us doesn't have fears? Who of us doesn't have fears? നമ്മളിൽ ആർക്കാകുന്നു ഭയമില്ലാതെ ഉള്ളത്? This last week, my parents were not well at all. And this morning, my mom said, my dad is really weak. And I just stepped in there and I said, Lord, you take care. I will not fear. You will take care of him. ഇന്ന് രാവിലെ എൻ്റെ മാതാപിതാക്കൾക്ക് തീരെ വയ്യായിരുന്നു. ഞാൻ അവിടെ പോയി അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ഞാൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവെ, നീ ഉണ്ട്, എനിക്ക് ഭയം ഇല്ല, നീ അതെല്ലാം നോക്കിക്കൊള്ളുമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു. The Lord will take care. കർത്താവ് അത് നോക്കിക്കൊള്ളും. The fears of the world should not overcome us. ഈ ലോകത്തിൻ്റെ ഭയം നമ്മളെ ജയിക്കുവാൻ പാടുള്ളതല്ല. So how is that possible? You have to develop the fear of God. അത് എങ്ങനെ സാധിക്കും? നമ്മൾ ദൈവഭയം വളർത്തിക്കൊണ്ട് വരണം. Proverbs 29:25 says, the fear of man brings a snare, but whoever trusts in the Lord shall be safe. സദൃശവാക്യങ്ങൾ 29:25 വായിക്കുന്നു, മാനുഷ്യഭയം ഒരു കെണിയാകുന്നു, യഹോവയിൽ ആശ്രയിക്കുന്നവനോ രക്ഷ പ്രാപിക്കും. It's a trap to prevent you from doing what you're supposed to do. നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതിരിക്കുവാൻ നമ്മളെ മാറ്റി നിർത്തുന്ന ഒരു കെണിയാകുന്നു. Luke 12:4-5 says, you can read it in Malayalam. ലൂക്കോസിന്റെ സുവിശേഷം 12:4-5 വരെ. എന്നാൽ എൻ്റെ സ്നേഹിതന്മാരായ നിങ്ങളോട് ഞാൻ പറയുന്നത്, ദേഹത്തെ കൊന്നിട്ട് പിന്നെ അധികമായി ഒന്നും ചെയ്യുവാൻ കഴിയാത്തവരെ ഭയപ്പെടേണ്ട. ആരെ ഭയപ്പെടണം എന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. കൊന്നിട്ട് നരകത്തിൽ തള്ളിക്കളവാൻ അധികാരമുള്ളവനെ ഭയപ്പെടുവിൻ. അതെ, അവനെ ഭയപ്പെടുവിൻ എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. Amen. Don't fear anything in the world. The maximum they can do is kill you. But beyond that, we are going to go in front of the judge, the great judge, and we need to fear him. If we live right in the fear of God now, we will not fear that day. നമ്മൾ അപ്പോൾ ഈ മനുഷ്യനെ അല്ല ഭയക്കേണ്ടത്. അവർക്ക് കൂടി വന്നാൽ നമ്മളെ കൊല്ലുവാൻ മാത്രമേ കഴിയുള്ളൂ. പക്ഷേ നമ്മൾ ഭയപ്പെടേണ്ട ദൈവത്തെ ആകുന്നു. ഇന്ന് നമ്മൾക്ക് ദൈവഭയം ഉണ്ടെങ്കിൽ നാളെ ദൈവത്തിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ ആ പേടി വരേണ്ട കാര്യമില്ല. Oswald Chambers, a man of God, said, the remarkable thing about God is that when you fear God, you fear nothing else. Whereas if you do not fear God, you fear everything else. ഓസ്വൽ ചേംബേഴ്സ് ഇങ്ങനെ പറയുന്നു, ദൈവത്തെ സംബന്ധിക്കുന്ന ഒരു ശ്രദ്ധേയമായ കാര്യം എന്തെന്നാൽ ദൈവത്തെ ഭയക്കുമ്പോൾ നമ്മൾ മറ്റൊന്നിനെയും ഭയക്കേണ്ടി വരില്ല. അതേസമയം ദൈവഭയം നമുക്കില്ല എങ്കിൽ നമ്മൾ എല്ലാറ്റിനെയും ഭയക്കാൻ തുടങ്ങും. What can we say about tomorrow? We have no control of our next breath. And what's the point in being fearful about it? നമുക്ക് നാളത്തെക്കുറിച്ച് എന്ത് പറയാം? നമ്മളുടെ നാളത്തെ ശ്വാസത്തെക്കുറിച്ച് ഒന്നും നമുക്കറിയില്ല. പിന്നെ എന്തിനാണ് അതിനെ ഭയക്കുന്നത്? But if we fear the Lord, all that will become less significant. പക്ഷേ നമ്മൾ ദൈവത്തെ ഭയക്കുവാണെങ്കിൽ മറ്റുള്ളതിനെല്ലാം പ്രാധാന്യം കുറയും. The fourth thing is, it will change the way we live. നാലാമത്തെ കാര്യം, നമ്മൾ ജീവിക്കുന്ന രീതിയെ അത് മാറ്റും. Psalm 25:12 says, who is the man that fears the Lord? Him shall he teach in the way he chooses. He himself shall dwell in prosperity, and his descendants shall inherit the earth. The secret of the Lord is with those who fear him, and he will show them his covenant.
സങ്കീർത്തനം 25:12-14 വരെ. യഹോവ ഭക്തനായ പുരുഷൻ ആർ? അവൻ തിരഞ്ഞെടുക്കേണ്ടുന്ന വഴി താൻ അവന് കാണിച്ചു കൊടുക്കും. അവൻ സുഖത്തോടെ വസിക്കും. അവൻ്റെ സന്തതി ദേശത്തെ അവകാശമാക്കും. യഹോവയുടെ സഖിത്വം തൻ്റെ ഭക്തന്മാർക്കുണ്ടാകും. അവൻ തൻ്റെ നിയമം അവരെ അറിയിക്കുന്നു. Isn't that a beautiful confession? Not only you will walk in prosperity, but your generations will inherit the earth. They will lack nothing. Come on, church. Aren't we happy about that? Isn't that, the word over us? You know, if I just read all the verses on the fear of the Lord, that will be a sermon by itself. ഇന്ന് ഞാൻ ദൈവഭയത്തെക്കുറിച്ചുള്ള വചനങ്ങൾ മാത്രം ഇവിടെ പറയുന്നിരുന്നു എങ്കിൽ അത് തന്നെ ഒരു ദിവസത്തേക്കുള്ള ദൂതാകുന്നു. Yeah. So it will change the way we live, because the Lord is saying, if you fear me, everything will be okay with your children. Don't worry. അപ്പോൾ വചനം പറയുന്നത്, നിങ്ങൾ എന്നെ ഭയപ്പെടുവാണെങ്കിൽ നിങ്ങളുടെ മക്കളുടെ എല്ലാ കാര്യങ്ങളും ദൈവം നോക്കിക്കൊള്ളും എന്നുള്ളതാകുന്നു പറയുന്നത്. It will change the way you work. നമ്മൾ വേല ചെയ്യുന്ന രീതിയെ മാറ്റും. You won't be working for that salary. You will be working for God. ദൈവഭയം ഉണ്ടെങ്കിൽ നമ്മൾ ആ സാലറിക്ക് വേണ്ടിയിട്ടല്ല, കർത്താവിന് വേണ്ടിയിട്ട് എന്ന പോലെ നമ്മൾ വേല ചെയ്യും. Even when your boss treats you badly, you will work. ദൈവഭയം ഉണ്ടെങ്കിൽ നമ്മുടെ ബോസ് നമ്മളോട് വളരെ മോശമായി പെരുമാറിയാൽ പോലും നമ്മൾ വേലയെടുത്തിരിക്കും. I've been in the secular for 15 years, so I know the difficulties. It's not, there's been good things, but there's also been difficult times. But the thing that kept me was the fear of the Lord. 15 വർഷമായിട്ട് പുറത്ത് ജോലി ചെയ്യുകയായിരുന്നു. എല്ലായ്പ്പോഴും നല്ലത് മാത്രമല്ല, പക്ഷേ ദൈവത്തിനെ കുറിച്ചുള്ള വിചാരം, ദൈവത്തെക്കുറിച്ചുള്ള ഭയം എല്ലാം ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നേരെ കൊണ്ടുപോയിക്കൊണ്ടിരുന്നു. Sometimes when injustice, I felt that that justice was not there for me. I think, Lord, look at this, isn't anyone seeing? But then at that point I'll say, Lord, I'm working for you. I'm working for you. And so it doesn't matter if I'm not appreciated or I don't get due reward. പലപ്പോഴും നീതി എനിക്ക് നിഷേധിക്കപ്പെട്ടിരിക്കുന്നു, അല്ലെങ്കിൽ എന്നെ ആരും പ്രശംസിക്കുന്നില്ല എന്നൊക്കെ തോന്നിയപ്പോൾ ഞാൻ വിചാരിച്ചു, കർത്താവേ, ഞാൻ നിനക്ക് വേണ്ടിയിട്ടാണ് വേല ചെയ്യുന്നത്. ആ ഒരു ബോധ്യവും ആ ഒരു തോന്നലും തന്നെ എനിക്കൊരു സമാധാനം ഉണ്ടാക്കി. So whatever you're doing, do it for the Lord. നമ്മൾ എന്ത് ചെയ്താലും ദൈവത്തിന് വേണ്ടി പോലെ ചെയ്യുക. Even in your home, the mother, you're doing so much. You're managing your children, you're managing the house. No one is everyone's taking it for granted, but you do it to the Lord. ചിലപ്പോൾ നമ്മൾ വീട്ടിൽ വേല ചെയ്യുന്ന അമ്മമാരായിരിക്കാം. പലപ്പോഴും നമ്മൾ ചെയ്യുന്നതൊന്നും ബാക്കിയുള്ളവർ കണ്ടെന്ന് വരില്ല, പക്ഷെ നമ്മൾ ദൈവത്തിന് വേണ്ടി എന്ന പോലെ തന്നെ ചെയ്യുക. Nothing is a waste. ഒരു കാര്യവും വെറുതെ അല്ല. So it will change the way you work, wherever you are, the way you live. നമ്മൾ എവിടെയാണെങ്കിലും, എവിടെ വേല ചെയ്യുന്നുണ്ടെങ്കിലും, എവിടെ താമസിക്കുന്നുണ്ടെങ്കിലും നമ്മൾ ചെയ്യുന്ന രീതിയെ മാറ്റും ദൈവം. It will help us to lead a holy life. അതുപോലെ ദൈവഭയം നമ്മളെ ഒരു വിശുദ്ധമായ ഒരു ജീവിതം നയിക്കുവാൻ നമ്മളെ സഹായിക്കും. Proverbs 8:13 says, "The fear of the Lord is to hate evil. Pride and arrogance and the evil way and the perverse mouth I hate." സദൃശവാക്യം 8:13 ഇങ്ങനെ വായിക്കുന്നു, യഹോവ ഭക്തി ദോഷത്തെ വെറുക്കുന്നതാകുന്നു, ഡംഭം, അഹങ്കാരം, ദുർമാർഗം, വക്രതയുള്ള വായ് എന്നിവയെ ഞാൻ പകയ്ക്കുന്നു. Pride and arrogance he hates. ഡംഭവും അഹങ്കാരവും വക്രതയും ഒക്കെ ദൈവത്തിന് It's not I don't like, it says I hate these things. ഇഷ്ടമല്ല എന്നുള്ളതല്ല, ദൈവത്തിന് അത് വെറുപ്പാകുന്നു എന്നുള്ളതാകുന്നു. Okay, so that and I was just thinking, when you have the fear of the Lord, it will keep us from pride. നമ്മൾക്ക് ദൈവഭയം ഉണ്ടെങ്കിൽ നമുക്ക് ഈ നിഗളത്തിന്റെ എതിരെ നിൽക്കുവാൻ നമുക്ക് സഹായിക്കുന്നു. Even pride that the ministry is happening so well. ശുശ്രൂഷ വളരെ നന്നായി പോകുന്നു എന്നുള്ള ഒരു അഹന്തയും. We have to be careful. No one will be able to see whether it's there. Only it's between us and God. Only after some time it will be evident. But even that, the Lord can guard us from that with the fear of the Lord. ചിലപ്പോൾ നമ്മൾ ശുശ്രൂഷയിൽ നന്നായി ചെയ്യുന്നു എന്നുള്ളത് നമ്മൾ ആ അഹന്ത പുറത്ത് ആൾക്കാർ കാണില്ല, പക്ഷെ ദൈവം കാണുന്നുണ്ട്. പക്ഷെ ആ ഒരു അഹങ്കാരം പോലും ദൈവം ദോഷത്തെ വെറുക്കുന്നു. King Uzziah was a good king and he followed the Lord. But in the end, if you've read his story, how he when he became strong, because God gave him the surrounding nations. He had huge armies and God blessed him because he followed him. But when he became strong, his heart changed. ഉസിയ രാജാവ് വളരെ പ്രബലനായ ഒരു രാജാവായിരുന്നു. ദൈവം തനിക്ക് ചുറ്റുമുള്ള ദേശങ്ങളൊക്കെ കൊടുത്തു. വലിയൊരു പടജ്ജനം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. And when he went in the temple, he decided to burn incense, which only a priest could do. ഇതെല്ലാം ഈ പ്രബലനൊക്കെ ആയി കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ഒരു ചെറിയ നിഗളം വന്നു. അദ്ദേഹം I think he thought the king is above everyone.
അദ്ദേഹം ദൈവത്തിൻ്റെ യഹോവയുടെ ആലയത്തിൽ പോയി അവിടെ പുരോഹിതന്മാർ മാത്രം കിടക്കേണ്ടുന്ന സ്ഥലത്ത് അദ്ദേഹം ചെന്നു. And Azariah the priest had the boldness to say, King, do not do that. That only the priests are allowed to do. അപ്പോൾ Azariah. അസാരിയ എന്ന് പറയുന്ന പുരോഹിതൻ അദ്ദേഹത്തിനോട് പറയുന്നു, രാജാവെ അങ്ങനെ ചെയ്യരുത്, ചില കാര്യങ്ങൾ പുരോഹിതന്മാർ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ എന്നുള്ളത്. Amen. But Uzziah was so angry that suddenly he became leprous. ഉസയ്ക്ക് പക്ഷേ അത് വളരെ കോപം തോന്നി, അദ്ദേഹം അതിനെതിരായിട്ട് തന്നെ ചെയ്തു. അപ്പോൾ അദ്ദേഹത്തിന് കുഷ്ഠം ബാധിച്ചു. Instant judgment fell on him and he was banned as the king from that time. ഉടനെ തന്നെ ന്യായവിധി, യഹോവയുടെ ന്യായവിധിയും കോപം അദ്ദേഹത്തിന്റെ മേൽ വീണു. രാജ്യത്വം നീങ്ങിപ്പോയി. You can start well, but you can end like this if you do not maintain the fear of the Lord. നമ്മൾക്ക് ചിലപ്പോൾ നല്ല രീതിയിൽ തുടങ്ങാം, പക്ഷേ നമ്മൾ അവസാനിപ്പിക്കുന്ന നല്ലതല്ലായിരിക്കും ദൈവഭയം ഇല്ല എങ്കിൽ. You have been a believer for years, but come on, church, let's re-examine ourselves. If pride, if arrogance, if the words that you're saying is not right, we need to revisit ourselves. What do we think? What are we thinking? നമ്മൾ ചിലപ്പോൾ വർഷങ്ങളായിട്ട് ഒരു വിശ്വാസിയായിട്ട് ഇരിക്കുന്നതായിരിക്കാം, പക്ഷെ നമ്മുടെ ഉള്ളിൽ നമ്മൾ പുറത്തറിയാത്ത അഹന്തയും ആ ഒരു ദോഷമൊക്കെ ഉണ്ടെങ്കിൽ നമ്മളെ തന്നെ നമ്മളൊന്ന് ശോധന ചെയ്ത് നോക്കിയാട്ടെ. So the fear of the Lord will help us to stay humble and help us to walk in the right way till the end. അങ്ങനെ ദൈവഭയം നമ്മുടെ ഉള്ളിൽ ഒരു താഴ്മയുടെ അനുഭവവും കൊണ്ടുവരികയും നമ്മളെ അവസാനം വരെ നടക്കുവാൻ നമ്മളെ സഹായിക്കുകയും ചെയ്യും. Sixth thing, it enables us to fulfill God's purposes. ആറാമത്തെ കാര്യം, യഹോവ ഭക്തി ദൈവത്തിന്റെ ഉദ്ദേശങ്ങളെ നിവർത്തിയാക്കുവാൻ നമ്മളെ സഹായിക്കുന്നു. Nehemiah 1:11 says, "O Lord, I pray, please let your ear be attentive to the prayer of your servant and to the prayer of your servants who desire to fear your name, and let your servant prosper this day. I pray and grant him mercy in the sight of this man, for I was the king's cupbearer." 1:11 കർത്താവെ, നിന്റെ ചെവി അടിയന്റെ പ്രാർത്ഥനയ്ക്കും നിന്റെ നാമത്തെ ഭയപ്പെടുവാൻ താല്പര്യപ്പെടുന്ന നിന്റെ ദാസന്മാരുടെ പ്രാർത്ഥനയ്ക്കും ശ്രദ്ധയുള്ളതായിരിക്കണമേ. ഇന്ന് അടിയന് കാര്യം സാധിപ്പിച്ച് ഈ മനുഷ്യന്റെ മുമ്പാകെ എനിക്ക് ദയ ലഭിക്കുമാറാക്കണമേ. So Nehemiah is starting his prayer and saying that I'm the cupbearer, but Lord, I fear you, so help me in this quest. That is something I've never done. നെഹമ്യാവ് ഇങ്ങനെയാണ് പറയുന്നത്, ഞാനൊരു പാനപാത്രവാഹകനായിരുന്നു, കർത്താവെ എങ്കിലും എന്നെ സഹായിക്കണമേ എന്നാകുന്നു നെഹമ്യാവ് പ്രാർത്ഥിക്കുന്നത്. The fear of the Lord could probably take you out of a situation. You may not see yourself as something great, but the Lord says, do this and you will have the grace to do that. ദൈവഭയം നമ്മളെ തന്നെ ചിലപ്പോൾ ചെറുതായിട്ടായിരിക്കും കാണുന്നത്, പക്ഷേ ദൈവഭയം നമ്മളെ ആ ഒരു നമ്മൾ നിസ്സാരനെ നെണ്ണുന്ന നമ്മുടെ ചിന്തയിൽ നിന്ന് മാറ്റി വലിയ കാര്യങ്ങളെ നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കും. Amos was one of the prophets of Israel. ആമോസ് എന്ന് പറയുന്ന ഒരു വ്യക്തി ഇസ്രായേലിന്റെ പ്രവാചകനായിരുന്നു. He was a shepherd. അദ്ദേഹം ഒരു ആട്ടിടയനായിരുന്നു. And in Amos 7 you'll read how different judgments come against Israel, but Amos stands in the gap and prays. ആമോസ് 7-ാം അധ്യായത്തിൽ നമ്മൾക്കറിയാം പലവിധമായ ന്യായവിധികൾ ഇസ്രായേലിൽ വരുമ്പോഴും ആമോസ് ഇടിവിൽ നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. And then God relented. അപ്പോൾ ഒക്കെ ദൈവം അത് മാറ്റിക്കൊണ്ടിരുന്നു. But at a particular point Israel was still rebellious, so then Amos had to declare that against the king Jeroboam, "King, the Lord is going to punish you," and he spoke it out boldly. പക്ഷേ എന്നിട്ടും ഇസ്രായേൽ ജനങ്ങൾ വീണ്ടും പാപം ചെയ്തുകൊണ്ടേയിരുന്നു. അപ്പോൾ ഒരു നിമിഷത്തിൽ രാജാവായ യെരോബെയാമിന് എതിരായിട്ട് ഈ ആമോസിന് പറയേണ്ടി വരുന്നു, രാജാവെ സൂക്ഷിക്കുക എന്നുള്ളത്. See, he's a shepherd, but he's speaking out loudly something that any person would be fearful to say against the king. താനൊരു ആട്ടിടയനാകുന്നു, ഈ ഒരു രാജാവിനെതിരെ ഇങ്ങനെ പറയുവാൻ ഒരു ആട്ടിടയന്മാർക്ക് സാധാരണ ഭയമായിരിക്കും, പക്ഷേ ആമോസ് അത് പറയുന്നു. Amaziah, the priest of Bethel, of the king, Amaziah said, "How dare you speak against the king?" അമസേയ എന്ന പുരോഹിതൻ, രാജാവിന്റെ സന്നിധിയിലുള്ള ഒരു പുരോഹിതൻ ആമോസിനോട് പറയാണ്, നിനക്ക് എന്ത് ധൈര്യമാണ് രാജാവിനോട് ഇങ്ങനെ പറയുവാനായിട്ട്. Amos says, "I was a shepherd, but the Lord called me and I have to speak the words that the Lord said." ആമോസ് പറയുന്നു, ഞാനൊരു ആട്ടിടയനായിരുന്നു, പക്ഷെ എന്നെ ദൈവം വിളിച്ചു, ദൈവം പറഞ്ഞ കാര്യം ഞാൻ പറയേണ്ടിയിരിക്കുന്നു. God calls the ordinary people to stand strong in the fear of the Lord and speak the truth. കർത്താവ് സാധാരണ ജനങ്ങളെ വിളിക്കുന്നു, കർത്താവ് പറയുന്ന കാര്യം വളരെ ശക്തിയോടെ ധൈര്യത്തോടെ പറയുവാനായിട്ട്. Don't close your eyes when you see something wrong, speak it. നിങ്ങൾ തെറ്റ് കാണുമ്പോൾ നിങ്ങളുടെ കണ്ണടയ്ക്കാതെ ധൈര്യത്തോടെ, in your area of work or whatever which is not right before the Lord.
നിങ്ങളുടെ അധികാര പരിധിയിൽ നിങ്ങൾ കാണുന്നു ദൈവത്തിനെതിരായിട്ട് നിൽക്കുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾ ധൈര്യത്തോടെ പറയണം. And finally, the fear of the Lord will guard the remnant. അതുപോലെ ദൈവഭയം ശേഷിപ്പിനെ സൂക്ഷിക്കുന്നു. Psalms 19:9 says, "The fear of the Lord is clean, enduring forever. The judgments of the Lord are true and righteous altogether." സങ്കീർത്തനം 19:9 ഇങ്ങനെ വായിക്കുന്നു, യഹോവ ഭക്തി നിർമ്മലമായത്, അതെന്നേക്കും നിലനിൽക്കുന്നു. യഹോവയുടെ വിധികൾ സത്യമായവ, അവ ഒട്ടൊഴിയാതെ നീതിയുള്ളവയാകുന്നു. It is enduring forever. അത് എന്നേക്കും അത് നീതിയുള്ളതാകുന്നു. It will guard us. അത് നമ്മളെ സൂക്ഷിക്കും. Polycarp was one of the fathers of the early church. ആദിമ സഭയിലെ ഒരു മൂപ്പനായിരുന്നു പോളികാർപ്പ്. He was one of the disciples of John the Apostle. അത് യോഹന്നാൻ അപ്പോസ്തലനായ യോഹന്നാന്റെ ഒരു ശിഷ്യനായിരുന്നു പോളികാർപ്പ്. And so at his old age, when he was around 86, he kept on standing here for his faith, and he was caught for that, and he was told, renounce God, renounce this Jesus, and follow Caesar. 86-ാമത്തെ വയസ്സിൽ താൻ തൻ്റെ വിശ്വാസത്തിന് വേണ്ടി കാരാഗൃഹത്തിൽ അടയ്ക്കപ്പെട്ടു. എന്നിട്ട് തന്നോട് പറയുകയാണ്, കർത്താവായിട്ടുള്ള വിശ്വാസം നീ ത്യജിച്ച് നീ സീസറിന്റെ പുറകെ പോവുക എന്നുള്ളത്. And Polycarp says, all these years the Lord has been good to me. All these 86 years, where will I go? I'm ready to die for him. I will not renounce his Christ. പോളികാർപ്പ് ഇങ്ങനെയാണ് പറയുന്നത്, 86 വയസ്സ് വരെ കർത്താവ് എന്നെ സൂക്ഷിച്ചു, ഞാൻ ഇനി കർത്താവിനെ വിട്ടിട്ട് എങ്ങോട്ട് പോകാനാണ് എന്നുള്ളത്. He was burned. They put him to burn at the stake. തന്നെ ഒരു അഗ്നിയിലേക്ക് ഇടുകയുണ്ടായി കൊല്ലുവാനായിട്ട്. But it seems he didn't burn him, so they had to kind of use a sword to kill him finally. പക്ഷേ ആ തീയ്ക്ക് തന്നെ ദഹിപ്പിക്കുവാനോ കൊല്ലുവാനോ സാധിച്ചില്ല. അതിനാൽ അത് കഴിഞ്ഞ് വാളുകൊണ്ട് തന്നെ കൊല്ലേണ്ടി വന്നു. I'm thinking at 86, where does a man or a woman get the ability to stand like that? ഞാൻ കരുതുകയാണ് 86-ാമത്തെ വയസ്സിൽ എങ്ങനെയാണ് ഒരു സ്ത്രീക്കും പുരുഷനും ഇത്രയും വലിയൊരു ധൈര്യത്തോടെ നിൽക്കാനാവുക? That is a man who walks in the fear of the Lord. അതാണ് ദൈവത്തിന്റെ ഭയത്തിൽ നടക്കുന്ന ഒരു വ്യക്തി. So the fear of the Lord will keep us in our testing times. അതുപോലെ നമ്മുടെ പരിശോധനയുടെ സമയത്ത് നമ്മളെ സൂക്ഷിക്കുന്നത് ദൈവഭയമാകുന്നു. These are the signs of the fear of the Lord. അപ്പോൾ ഇതൊക്കെയാകുന്നു നമ്മൾക്ക് ദൈവഭയം ഉണ്ടോ എന്ന് പരിശോധിക്കുന്ന അടയാളങ്ങൾ. Quickly, I'll just say, how do we develop the fear of the Lord? നമ്മൾക്ക് എങ്ങനെയാണ് ദൈവഭയം നമ്മുടെ ഉള്ളിൽ വളർത്തിയെടുക്കാം എന്നുള്ള കാര്യം ഞാൻ പറയുകയാണ്. First of all, we need to understand the nature of God. ഒന്നാമതായി നമ്മൾ ദൈവത്തിന്റെ സ്വഭാവം എന്തെന്ന് മനസ്സിലാക്കണം. The model prayer that Jesus gave us is, Our Father in heaven, hallowed be thy name. കർത്താവ് നമ്മളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചപ്പോൾ ഇങ്ങനെയാണ് പറഞ്ഞത്, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. When you come before the Lord in prayer, what is your attitude? Is it just the list that comes immediately? Oh God, this is what I want. I'm guilty of the same. Or is it, are you in your prayer saying, Lord, you are holy, you are great? നമ്മൾ പ്രാർത്ഥിക്കാൻ വരുമ്പോൾ നമ്മളുടെ ആവശ്യത്തിൻ്റെ ഒരു ലിസ്റ്റുമായിട്ടാണോ വരുന്നത്, അതോ നമ്മൾ ആദരവോടുകൂടെ കർത്താവിൻ്റെ മഹത്വത്തെ നമ്മൾ ഒന്ന് പറഞ്ഞുകൊണ്ടാണോ നമ്മൾ തുടങ്ങുന്നത്? So the first thing is, we need to understand who this God is, whom you worship. നമ്മൾ ആദ്യമേ മനസ്സിലാക്കേണ്ടത് നമ്മൾ ആരാധിക്കുന്ന ഈ ദൈവം ആരാകുന്നു എന്നുള്ളതാകുന്നു. So he's a father who loves us, but we need to respect him. അവൻ നമ്മളെ സ്നേഹിക്കുന്ന പിതാവാകുന്നു എങ്കിൽ പോലും നമ്മൾ ദൈവത്തിനെ ബഹുമാനിച്ചേ മതിയാകൂ. I remember as a young child, my grandfather, there are very few things I remember about my grandfather. He passed away when I was 8 years old. എൻ്റെ അപ്പച്ചനെ കുറിച്ച് ഞാൻ ഓർക്കുകയാണ്. വളരെ ചെറിയ കാര്യങ്ങൾ മാത്രമേ തന്നെക്കുറിച്ച് എനിക്ക് ഓർമ്മയുള്ളൂ. താൻ 8 വയസ്സുള്ളപ്പോഴാകുന്നു മരണപ്പെട്ടത്. And we were mostly away from the native place. ഞങ്ങൾ ഈ നാട്ടിൽ നിന്ന് പലപ്പോഴും ദൂരത്തായിരുന്നു. But when we came for holidays, there are so many cousins together, about 10-15 of us playing around, and there will be fights, and sometimes after big fights, grandfather would summon all of us. It's like a court. ഞങ്ങൾ പലപ്പോഴും കസിൻസുമായിട്ട് ഞങ്ങൾ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ പലപ്പോഴും വാഗ്വാദത്തിലൊക്കെ ഏർപ്പെടുമ്പോൾ ഉടനെ തന്നെ ഞങ്ങളെ അപ്പച്ചൻ വിളിച്ച് ഒരുമിച്ച് ഒരു കോടതിയിൽ എന്ന പോലെ ഞങ്ങളെ നിർത്തുമായിരുന്നു. In that sitting room, all of us will stand very sheepishly around him, and he would give the final verdict of judgment as to who was guilty. ഞങ്ങളെ അങ്ങനെ നിർത്തിയിട്ട് ഒരു ന്യായാധിപനെ പോലെ ഈ അവസാന വാക്ക് പറയുന്നത് അപ്പച്ചനായിരുന്നു, ആരാണ് തെറ്റുകാരി എന്നുള്ളത്. So there was love, but there was a bit of fear. ഞങ്ങൾക്ക് സ്നേഹമുണ്ടായെങ്കിൽ പോലും ഞങ്ങൾക്ക് അദ്ദേഹത്തെ ഭയമായിരുന്നു. No one could disobey him.
അദ്ദേഹത്തിന് ആർക്കും അനുസരണക്കേട് കാണിക്കുവാൻ കഴിയുകയില്ല. And that is just a small picture of what our relationship with God should be like. അതൊരു ചെറിയ ഒരു രീതിയിൽ ഞാൻ പറഞ്ഞു എങ്ങനെയാകുന്നു നമ്മൾ ദൈവവുമായിട്ടുള്ള ഒരു ബന്ധം ഉണ്ടാകേണ്ടത്. Where you love Him and you can trust Him with His judgments. നമ്മൾക്ക് അദ്ദേഹത്തെ സ്നേഹിക്കാം, തൻ്റെ ന്യായവിധിയിൽ അല്ലെങ്കിൽ താൻ പറയുന്നതിനെ കുറിച്ച് ഓർത്ത് നമുക്ക് വിശ്വസ്തമുള്ളവരായിരിക്കാം. So it's only when you understand from the Word of God, as you read the Word of God, your aim to read the Word of God is to understand His nature. അപ്പോൾ നമ്മൾ വചനം വായിച്ച് ദൈവവചനം വായിച്ച് വേണം ദൈവത്തിൻ്റെ സ്വഭാവം മനസ്സിലാക്കുവാൻ. Secondly, be intentional to do everything for the Lord. That's what we said earlier. രണ്ടാമത് കർത്താവിന് വേണ്ടി നമ്മൾ ചെയ്യുന്ന കാര്യത്തിൽ വളരെ ശ്രദ്ധ കേന്ദ്രീകരിക്കണം എന്നുള്ളതാകുന്നു. For the audience of one. അത് ഒരാൾക്ക് വേണ്ടിയിട്ട്. In the New Testament, we know the story of Ananias and Sapphira. They wanted to, it was a time of revival, and they wanted to show everyone that they were giving things to the Lord. അനന്യാസിൻ്റെയും സഫേരയുടെയും കാര്യം നമ്മൾക്കറിയാം. അതൊരു ഉണർവിൻ്റെ സമയത്തായിരുന്നു. അവർക്ക് കാണിക്കണമായിരുന്നു അവർ ദൈവത്തിന് വേണ്ടി എന്തെല്ലാമോ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളത്. They lied and said that this is all that we got from the property. They didn't have to. They could have said, this is part of what we got from the property and given it. അവർ ഭൂമി വിറ്റ് കഴിഞ്ഞിട്ട് അവർ പറയുകയാണ് ഇതാകുന്നു ഞങ്ങൾ ഭൂമി വിറ്റ് കഴിഞ്ഞിട്ട് കിട്ടിയത് എന്നുള്ളത്. അവർക്ക് അങ്ങനെ പറയുന്നതിന് പകരം ഇതും കിട്ടി എന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. I mean, a part of it, that I'm giving you a part of it, or something like that. The truth, they could have said. അവർക്ക് പറയാമായിരുന്നു ഞങ്ങൾക്ക് കിട്ടിയതിൻ്റെ ഒരു വിഹിതം ഇതാകുന്നു എന്ന് അവർക്ക് പറയാമായിരുന്നു. Or even if they didn't give it also, no one had said anything, but they were trying to outdo God. അവർ അത് കൊടുത്തില്ലായിരുന്നെങ്കിലും അവർക്ക് പ്രശ്നമില്ലായിരുന്നു. പക്ഷെ അവർ ചെയ്തത് ദൈവത്തെ അവർ മറന്ന് ദൈവത്തിന് എതിരെ കാപട്യം പ്രവർത്തിച്ചു. What is the price? Their lives. അതിന്റെ വില കൊടുത്തത് അവരവരുടെ ജീവൻ തന്നെ ത്യജിക്കപ്പെട്ടു. Both of them died on the spot after telling the lie. അവർ നുണ പറഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ അവരുടെ ജീവൻ അവർക്ക് നഷ്ടപ്പെട്ടു. And because of that, the fear of the Lord went around in the church. അത് കണ്ടപ്പോൾ തന്നെ ദൈവഭയം ദൈവസഭയിൽ എല്ലാം ഉളവാകാൻ തുടങ്ങി. God is so merciful. He's not punishing us for all that we do nowadays. But there will be a judgment, and now is a time where the church is going to enter a phase where only if you stand for the strong for the Lord will we be able to stand. ദൈവം വളരെ കരുണയുള്ളവനാകുന്നുണ്ട്. പലപ്പോഴും നമ്മുടെ തെറ്റുകളെല്ലാം ദൈവം കണ്ടില്ലെന്ന് നടിക്കുകയാണ്. പക്ഷേ ഈ ഒരു സമയം നമ്മൾ ദൈവത്തിന് വേണ്ടി ഉറപ്പുള്ളവരായി ഇരിക്കേണ്ട ഒരു സമയമാകുന്നു. Thirdly, guard your heart. നമ്മുടെ ഹൃദയത്തെ നമ്മൾ സൂക്ഷിക്കണം. Psalms 86:11 says, teach me your way, O Lord, I will walk in your truth. Unite my heart to fear your name. സങ്കീർത്തനം 86:11 ഇങ്ങനെ പറയുന്നു, യഹോവേ നിന്റെ വഴി എനിക്ക് കാണിച്ചു തരണമേ, എന്നാൽ ഞാൻ നിന്റെ സത്യത്തിൽ നടക്കും. നിന്റെ നാമത്തെ ഭയപ്പെടുവാൻ എൻ്റെ ഹൃദയത്തെ ഏകാഗ്രമാക്കണമേ. Unite my heart so that I will fear you. എൻ്റെ ഹൃദയത്തെ ഏകാഗ്രമാക്കണമേ, എന്തെന്നാൽ എനിക്ക് ദൈവഭയം ഉണ്ടാകുവാൻ തക്കവണ്ണം. Solomon had so much wisdom, but his heart got divided. ശലോമോന് വളരെ ജ്ഞാനിയായിട്ടുള്ള ഒരു രാജാവായിരുന്നു, പക്ഷേ തൻ്റെ ഹൃദയം ഏകാഗ്രമായിരുന്നില്ല. And that led him from the fear of the Lord. അതുകൊണ്ട് താൻ ദൈവഭയത്തിൽ നിന്ന് അകന്നു മാറി. So it's so important to guard your heart. അതുകൊണ്ട് നമ്മൾ നമ്മുടെ ഹൃദയത്തെ സൂക്ഷിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. It should be focused on God. അത് ദൈവത്തിലേക്ക് തന്നെ അത് ശ്രദ്ധയുള്ളതായിരിക്കണം. And finally, be filled with the Holy Spirit. അവസാനമായിട്ട് പരിശുദ്ധാത്മാവിൽ നമ്മൾ നിറയണം. For He is a spirit of the fear of the Lord. കാരണം ദൈവഭയം ഉളവാക്കുന്നത് ദൈവത്തിന്റെ ആത്മാവാകുന്നു. Isaiah 11:2 says, the Spirit of the Lord shall rest upon him, the Spirit of wisdom and understanding, the Spirit of counsel and might, the Spirit of knowledge and of the fear of the Lord. His delight is the fear of the Lord. യെശയ്യാവ് 11:2 ഇങ്ങനെ വായിക്കുന്നു, അവന്റെ മേൽ യഹോവയുടെ ആത്മാവ് ആവസിക്കും, ജ്ഞാനത്തിന്റെയും വിവേകത്തിന്റെയും ആത്മാവ്, ആലോചനയുടെയും ബലത്തിന്റെയും ആത്മാവ്, പരിജ്ഞാനത്തിന്റെയും യഹോവാഭക്തിയുടെയും ആത്മാവ് തന്നെ. അവന്റെ പ്രമോദം യഹോവാഭക്തിയിലായിരിക്കും. So he is the spirit of the fear of the Lord. അപ്പോൾ പരിശുദ്ധാത്മാവാകുന്നു യഹോവ ഭയം ഉളവാക്കുന്ന അതിൻ്റെതായിട്ടുള്ള ഒരു ആത്മാവ്. The more we let the Holy Spirit work in our lives, the more we can walk in the fear of the Lord. നമ്മൾ പരിശുദ്ധാത്മാവിനെ നമ്മുടെ ജീവിതത്തിൽ ക്ഷണിച്ച് പ്രവർത്തിക്കുവാൻ അനുവദിക്കുകയാണെങ്കിൽ നമ്മൾ കൂടുതൽ ദൈവഭയത്തിൽ നടക്കുന്നവരായിരിക്കും. So at church, let us take that decision. Can we take that decision to fear the Lord? ദൈവസഭയിൽ നമുക്ക് ഇന്ന് ആ ഒരു തീരുമാനം എടുക്കാം. So what did I share today? That there is a difference of being afraid of God and fearing God. അപ്പോൾ ഞാൻ ഇന്നിവിടെ ദൂത് പറഞ്ഞിരിക്കുന്നത് ഒരു വ്യത്യാസമുണ്ട് ദൈവത്തെ ഭയന്ന് നടക്കുന്നതും ദൈവഭയമുള്ളവരായി നടക്കുന്നതും. The Lord is called to revere Him,
to fear Him above all other things. ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത് മറ്റെന്തിനേക്കാളും ദൈവത്തെ ആദരവോടും ദൈവത്തിനോട് ബഹുമാനപൂർവ്വം നമ്മൾ ഭയക്കണം എന്നുള്ളതാകുന്നു. And if we fear God, we will be faithful to the end. നമ്മൾ അങ്ങനെ ദൈവഭയം ഉള്ളവരാണെങ്കിൽ നമ്മൾ അവസാനം വരെ വിശ്വസ്തരായിരിക്കും. Come on, let's pray. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഈ സമയത്തിനായി സ്തുതിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഹല്ലേലൂയ. ഇന്നത്തെ ഞാൻ ഷെയർ ചെയ്യുന്ന കാര്യമെല്ലാം നിൻ്റെ കാര്യത്തിൽ ഏൽപ്പിക്കുന്നു യേശുവേ. ഐ പ്രേ ഫാദർ ലോർഡ്, ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവ് ഇപ്പം തന്നെ ഓരോരുത്തരുടെ മേൽ പ്രവർത്തിക്കണമേ. ഹല്ലേലൂയ. എന്തൊക്കെ കാര്യങ്ങൾ ഓരോരുത്തരോടും സംസാരിച്ചിട്ടുണ്ടല്ലോ ലോർഡ്. ദെർ മേ ബി സംതിങ് ദാറ്റ് ദ ലോർഡ് ഹസ് സ്പോക്കൺ ടു യു. ഏതോ ഒരു ഏരിയയിൽ ചേഞ്ച് വേണമെന്ന് കർത്താവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് റിസീവ് ദാറ്റ് ഇപ്പം തന്നെ. ഹല്ലേലൂയ. നിങ്ങളിത് ഇന്ന് വന്നത് വെറുതെ അല്ല, എന്തോ ദൈവത്തിൽ നിന്ന് കേൾക്കാനും. ഹല്ലേലൂയ. പുതിയൊരു ധൈര്യം ദൈവം തരാൻ പോകുന്നു. ശുഭരഖാധീര ബരക ഷഹലേറ ഓര കഷീല ഹദറ ബോര കഷീറ ബോര ഓര കഷീർ ബരഖധീര ബോര കഷീറ. നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ദൈവത്തിൻ്റെ ഭയത്തിൽ വളർത്താൻ ഒരു തീരുമാനം എടുത്താട്ടെ. നിങ്ങളുടെ കൊച്ചുമക്കളെ ദൈവഭയത്തിൽ വളർത്താൻ ഒരു തീരുമാനം എടുത്താട്ടെ. ഹല്ലേലൂയ. കർത്താവേ, ഐ പ്രേ ഫാദർ മച്ച് ഗ്രേസ് ഓൺ പേരൻസ്. പേരൻസിൻ്റെ മേൽ പ്രത്യേക കൃപ. ഹല്ലേലൂയ. കാരണം ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ എങ്ങനത്തെ ലോകത്തിൽ പഠിക്കുന്ന ഇപ്പം. സച്ച് എ ഡിഫറെൻറ്റ് വേൾഡ്. ഐ പ്രേ, ഞാനിപ്പോൾ പ്രാർത്ഥിക്കുന്നു റൈറ്റ് നൗ, ഇപ്പം തന്നെ സഭയായിട്ട് ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ദൈവഭയത്തിൽ വളർത്തും എന്ന് പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. ടെൽ ദ ലോർഡ്, ടെൽ ദ ലോർഡ്. സഭയായിട്ട് ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ദൈവഭയത്തിൽ വളർത്തും. ആ തീരുമാനം, ഇന്നൊരു തീരുമാനം എടുക്കണം. ഹല്ലേലൂയ. അത് നമ്മുടെ കുഞ്ഞുങ്ങൾ മാത്രമല്ല, ഈ സഭയിലുള്ള കുഞ്ഞുങ്ങളെല്ലാം നമ്മുടെയാണ്. വി ആർ റെസ്പോൺസിബിൾ. നമ്മൾ ഓരോ ഡെഡിക്കേഷൻ പറയത്തില്ലേ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അവർക്ക് വേണ്ടി അവരെ കുറ്റം പറയാൻ പോകുന്നതല്ല, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ബിക്കോസ് ഇഫ് our children do not walk right, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ, അത് നമുക്ക് എല്ലാവർക്കും നാണക്കേടാ. It just reflects on the church. It reflects on our family. It reflects on Jesus. So ഇപ്പം നമുക്കതൊന്ന് ആ തീരുമാനം എടുക്കാം. ഹല്ലേലൂയ. താവേ, ഹല്ലേലൂയ. ആ ഒരു തീരുമാനം സഭയായിട്ട് ഞങ്ങൾ എടുക്കുന്നു. ഹല്ലേലൂയ. അതുപോലെ നിങ്ങൾക്ക് ഈ സഭയിൽ ചിലപ്പം ശരിയായ വിധത്തിൽ നടക്കാത്തവരുണ്ടായിരിക്കാം. അവരെ ക്രിട്ടിസൈസ് ചെയ്യാനല്ല ഞങ്ങളെ ദൈവം വിളിച്ചേക്കുന്നത്. Because the Lord does not like those evil words. The Lord wants you to release words of encouragement. നിങ്ങൾ എന്തെങ്കിലും ഒരു സഭയും പെർഫെക്റ്റ് അല്ല. ഈ സഭയിലേക്ക് വരുന്നവരും പെർഫെക്റ്റ് അല്ല. We're just humans. So from now, do not take gossip up. നമുക്ക് അങ്ങനെ സഭയായിട്ട് നമുക്കൊരു തീരുമാനം എടുക്കാം. മറ്റുള്ളവരെ പറ്റി കുറ്റം പറയാനോ, ഈ സഭയിലുള്ളവരോ അല്ലാത്തവരെ പറ്റി അങ്ങനെ ഒരു സഭയായിരിക്കും. കാരണം നമ്മൾ ദൈവത്തെ ഭയപ്പെടുന്നവരാ. ഹല്ലേലൂയ. ഞങ്ങളുടെ വാക്കുകൾ കൊണ്ട് പറയുന്ന അവരെ ജഡ്ജ് ചെയ്യുക, അവരെ we are limiting them. So Lord, we pray, Lord, ഇന്ന് ഞങ്ങൾ ക്ഷമ ചോദിക്കുന്നു. ദൈവഹിതമല്ലാത്ത വിധത്തിൽ ഞങ്ങൾ നടന്നതും ദൈവത്തിന് ഹിതമല്ലാത്ത വിധത്തിൽ സംസാരിച്ചതും, ആ ഗോസിപ്പ് ഈ സഭയിൽ നിന്ന് മാറ്റണം. ഗോസിപ്പ് ഈ സഭയിൽ നിന്ന് മാറ്റണം. ആ ക്രിട്ടിക്കൽ ജഡ്ജ്മെൻ്റൽ ആറ്റിറ്റ്യൂഡ് സഭയിൽ നിന്ന് മാറ്റണം. എല്ലാവരെയും ഒരുമിച്ച് ഉൾക്കൊള്ളാനും സ്നേഹിക്കുന്നൊരു സഭ. നമ്മൾ ആദിമസഭ പോലെ നമ്മുടെ സ്വത്തൊന്നും അങ്ങോട്ട് ഷെയർ ചെയ്യുന്നില്ല. പക്ഷെ അറ്റ്ലീസ്റ്റ് ഇഫ് യു ആർ നോട്ട് ഡൂയിങ് ദാറ്റ്, ഷെയർ യുവർ ലവ്, ഷെയർ യുവർ ഹാർട്ട്, ഷെയർ വാട്ട് യു ഹാവ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവേ, ഹല്ലേലൂയ, ദൈവത്തെ ഭയപ്പെടുന്ന ഒരു സഭയായി തീരട്ടെ. ദൈവത്തെ ഭയപ്പെടുന്ന ഒരു സഭയായി തീരട്ടെ. ലീഡർഷിപ്പിനെ പറ്റി പറയാൻ ഇറ്റ്സ് സോ ഈസി. നോ ലീഡർഷിപ്പ് ഇസ് പെർഫെക്റ്റ്. But when you speak about any leadership, be careful. I'm very careful about speaking about other pastors. ഞാൻ അങ്ങനെ പറയത്തില്ല. കാരണം ഞാൻ ആരാ അവരെ ജഡ്ജ് ചെയ്യാൻ? എല്ലാവരും ശരിക്കല്ലായിരിക്കും പ്രവർത്തിക്കുന്നത്. പക്ഷേ ഇറ്റ് ഈസ് നോട്ട് ഫോർ മീ ടു ജഡ്ജ്. ദൈവം അവരെ ജഡ്ജ് ചെയ്യും. പക്ഷേ മറ്റുള്ളവരെ മിസ്ലീഡ് ചെയ്യുകയാണെങ്കിൽ ഞാൻ അവരെ കറക്റ്റ് ചെയ്യാം, ഹെൽപ്പ് ചെയ്യാം. പക്ഷേ അവരെ ജഡ്ജ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ കെയർഫുൾ ആയിരിക്കണം. കാരണം ഈയിടെയും എൻ്റെ വീട്ടിൽ ആരാണ്ട് വന്ന് ഇങ്ങനെ പലരെ പറ്റി പറയായിരുന്നു. ഞാൻ പറഞ്ഞു ഞാൻ അങ്ങനെ സംസാരിക്കില്ല.
അപ്പോഴത്തേക്ക് നിർത്തി. കാരണം അതൊരു ഒരു ഒരു ഇതായി ഒരു രീതിയായി ക്രിസ്ത്യൻ സർക്കിൾസിൽ എന്തൊക്കെയാ തെറ്റായിട്ടുള്ള കാര്യം സഭകളിൽ നടക്കുന്ന അതങ്ങ് വിളമ്പുക. അതിനി നിർത്തണം നമുക്ക്. ഹല്ലേലൂയ. ദൈവഭയം ഉണ്ടെങ്കിൽ നമ്മൾ അങ്ങനെ ചെയ്യത്തില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ പിന്നെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, അവർ ശരിയായി വരാൻ. ഹല്ലേലൂയ. ലോർഡ്, ഐ പ്രേ ഞങ്ങളുടെ ഈ ആറ്റിറ്റ്യൂഡ്സ് എല്ലാം മാറ്റണം. ആൻഡ് ഐ പ്രേ ഈ സഭ ദൈവഭയത്തോടെ ഈ ദിവസങ്ങൾ നടക്കട്ടെ. നിൻ്റെ കരുത്തിൽ ഏൽപ്പിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. ഈ വചനം പലരും കേട്ടിട്ടുണ്ട്, പലരും അറിഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇന്ന് ഇത് ആഴത്തിൽ ചെല്ലുന്ന ഞാൻ കണ്ടു. ഞാൻ ഈ സ്റ്റേജ് കയറിയപ്പം ഐ സോ ആരോസ് falling all over the place. And I sense those arrows have fallen into hearts. Even those watching online, the arrows have fallen into your heart. And if the Lord has spoken to you, ദൈവം ഇന്ന് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങ് അതനുസരിച്ച് ജീവിച്ചോണം. കാരണം കർത്താവ് അധികം ചാൻസസ് നമുക്കൊന്നും തരത്തില്ല. സഭയ്ക്കാണ് ആദ്യം ദ ക്ലെൻസിങ് വരാൻ പോകുന്നത്, അത് കഴിഞ്ഞിട്ടായിരിക്കും ജാതികൾക്ക്. അതുകൊണ്ട് സഭ സൂക്ഷിച്ചോണം. ഐ പ്രേ ഫാദർ ലോർഡ്, ആസ് എ ചർച്ച് we will be found faithful. We will be found faithful to the end and fearful of you, Lord. Help us, Lord, to make the right decisions. ശരിയായ തീരുമാനങ്ങളും കർത്താവിനെ ഒബേ ചെയ്യുന്ന ഒരു സഭയായി തീരട്ടെ. താങ്ക് യു ലോർഡ്. ഇന്നത്തെ വേർഡിനായി സ്തോത്രം. കർത്താവ് ഞങ്ങളോട് എല്ലാവരോടും സംസാരിച്ചു. എല്ലാ മഹത്വം അങ്ങേക്ക്. എല്ലാം യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. ആമേൻ, ആമേൻ.